എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 T20 ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ നേടിയ ഐതിഹാസിക വിജയത്തിന് ശേഷം മുംബൈ വാങ്കഡെ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത് വാക്കുകൾക്കതീതമായ രോമാഞ്ചം കൊള്ളിക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിനാണ്. അവസാന വിക്കറ്റും വീഴ്ത്തി ഇന്ത്യയുടെ 7 റൺസിന്റെ ആവേശകരമായ വിജയം അമ്പയർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ 140 കോടി ഭാരതീയരുടെ പ്രതീക്ഷകളെ വാനോളം ഉയർത്തി ടീം ഇന്ത്യ രാജകീയമായി ഫൈനലിലേക്ക് മാർച്ച് ചെയ്തു. ആ നിമിഷം വാങ്കഡെ സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. എങ്ങും ധോണി ധോണി, സഞ്ജു സഞ്ജു എന്നീ ഗഗനഭേദിയായ നാമജപങ്ങൾ മാത്രം. ഈ ഹൈ വോൾട്ടേജ് പോരാട്ടത്തിൽ തന്റെ മാന്ത്രിക ബാറ്റിംഗിലൂടെ 89 റൺസിന്റെ വെടിക്കെട്ട് ഇന്നിമ കാഴ്ചവെച്ച് ഇന്ത്യയെ വിജയതീരത്തണച്ച സഞ്ജു സാംസനെ മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരത്തിനായി വേദിയിലേക്ക് ക്ഷണിച്ചപ്പോൾ അവിടെ അരങ്ങേറിയത് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ക്രിക്കറ്റ് ആരാധകരെ സ്തബ്ധരാക്കിയ ഒരു അവിസ്മരണീയ കാഴ്ചയാണ്. പുരസ്കാരം ഏറ്റുവാങ്ങിയ ഉടനെ വേദിയിൽ നിൽക്കുന്നതിനു പകരം സഞ്ജു നേരെ VIP സ്റ്റാൻഡിലേക്ക് ഒരു നീണ്ട ഓട്ടം വെച്ചു. ലോകത്തിന്റെ മുഴുവൻ കണ്ണുകളും അവനു പിന്നാലെയായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച നായകൻ സാക്ഷാൽ MS ധോണി ശാന്തനായി മത്സരം വീക്ഷിച്ചിരുന്ന ആ സ്റ്റാൻഡിലേക്ക് സഞ്ജു എത്തിയപ്പോൾ സ്റ്റേഡിയം ആകെ അന്തരീക്ഷം മാറിമറിഞ്ഞു. ക്യാമറ ഫ്ലാഷുകൾ മിന്നിത്തിളങ്ങി. ഭാരതീയ സംസ്കാരത്തിന്റെ മായാത്ത മുദ്ര പതിപ്പിച്ച ആ ചരിത്ര നിമിഷം കോടിക്കണക്കിന് ആളുകൾ തങ്ങളുടെ സ്ക്രീനുകളിൽ ശ്വാസമടക്കി പിടിച്ചു കണ്ടു. ഒരു യഥാർത്ഥ സമർപ്പിതനായ ശിഷ്യനെ പോലെ യാതൊരു സങ്കോചവുമില്ലാതെ ലോകത്തിനു മുന്നിൽ വെച്ച് സഞ്ജു സാംസൺ MS ധോണിയുടെ പാദങ്ങളിൽ സ്പർശിച്ച് അനുഗ്രഹം വാങ്ങി. ആ കാഴ്ച എത്രത്തോളം വൈകാരികമായിരുന്നു എന്നാൽ ധോണി ഒട്ടും വൈകാതെ താഴേക്ക് കുനിഞ്ഞ് സഞ്ജുവിനെ കൈപിടിച്ചുയർത്തുകയും തന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്തു. ഒരു ജ്യേഷ്ഠനെ പോലെയും ഗുരുവെന്ന നിലയിലും ധോണി സഞ്ജുവിന്റെ തോളിൽ തട്ടി ചെവിയിൽ ചില കാര്യങ്ങൾ മന്ത്രിച്ചു. അത് കേട്ടയുടനെ സഞ്ജുവിന്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കവും മുഖത്ത് അനിർവചനീയമായ ഒരു ആത്മസംതൃപ്തിയും പ്രകടമായി. വാങ്കഡെയുടെ ഗാലറികളിൽ നിന്ന് ഓരോ ആരാധകന്റെയും കണ്ണുകളെ ഈ കാഴ്ച ഈറനണിയിച്ചു. ക്യാപ്റ്റൻ കൂൾ ധോണി വർഷങ്ങൾക്ക് മുൻപ് പടുത്തുയർത്തിയ ആ മഹത്തായ പൈതൃകം സഞ്ജുവിനെ പോലുള്ള യുവതാരങ്ങൾ എത്രത്തോളം തീവ്രമായി നെഞ്ചിലേറ്റുന്നു എന്നതിന്റെ ജീവിക്കുന്ന തെളിവായിരുന്നു അത്. മഹിയുടെ അനുഗ്രഹം വാങ്ങി വേദിയിൽ തിരിച്ചെത്തിയ സഞ്ജു മൈക്ക് കയ്യിലെടുത്തപ്പോൾ ആ ശബ്ദത്തിൽ വലിയൊരു വിറയലും ഭക്തിയുമുണ്ടായിരുന്നു. നിറഞ്ഞ കണ്ണുകളോടെ സഞ്ജു പറഞ്ഞു, ഇന്നത്തെ എന്റെ ഈ ചരിത്ര ഇന്നിംഗ്സിനും ഈ വിജയത്തിനും ഈ പുരസ്കാരത്തിനും യഥാർത്ഥ അർഹൻ ആരെങ്കിലുമുണ്ടെങ്കിൽ അത് മഹിഭായ് മാത്രമാണ്. കടുത്ത സമ്മർദ്ദത്തിൽ ഞാൻ മൈതാനത്ത് ബാറ്റ് ചെയ്യാൻ പാടുപെടുമ്പോൾ ഗാലറിയിൽ ശാന്തനായിരിക്കുന്ന മഹിഭായിയെ കണ്ടതാണ് എനിക്ക് ആ നിമിഷം ഏറ്റവും ആവശ്യമായിരുന്ന മാനസിക ധൈര്യവും ആത്മവിശ്വാസവും. മഹിഭായിയുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ കളിക്കാനും ടീമിനെ ജയിപ്പിക്കാനും കഴിഞ്ഞത് വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമായതുപോലെയാണ്. ഈ പുരസ്കാരം എനിക്കൊരു ട്രോഫി മാത്രമല്ല, മഹിഭായിക്ക് മുന്നിൽ എന്നെ തന്നെ തെളിയിക്കാനുള്ള ഒരവസരമാണ്. ഈ വാക്കുകൾ വെറുമൊരു വിജയത്തിന്റെ കഥയായിരുന്നില്ല, മറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിനെ ലോകത്തിന് മുന്നിൽ വ്യത്യസ്തമാക്കുന്ന ഗുരു-ശിഷ്യബന്ധത്തിന്റെ പവിത്രതയായിരുന്നു. എന്നാൽ യഥാർത്ഥ മാന്ത്രികത ആരംഭിച്ചത് അതിനുശേഷമാണ്. വാങ്കഡെയിലെ കാതടയ്ക്കുന്ന ആ ആരവം പെട്ടെന്ന് നിലച്ചു. സ്റ്റേഡിയമാകെ ഒരു നിഗൂഢമായ നിശബ്ദത തളം കെട്ടിനിന്നു. കാരണം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തലവര മാറ്റി എഴുതിയ ആ ശബ്ദം കേൾക്കാൻ എല്ലാവരും കാതോർത്തിരുന്നു. മൈക്ക് കയ്യിലെടുത്ത സാക്ഷാൽ MS ധോണി സഞ്ജുവിന്റെ വീരോചിതമായ പ്രകടനത്തെക്കുറിച്ചും ടീം ഇന്ത്യയുടെ അവിശ്വസനീയമായ കുതിപ്പിനെക്കുറിച്ചും നടത്തിയ ആ പ്രസ്താവന ലോക ക്രിക്കറ്റിൽ തന്നെ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ചു. ലോകം കാണാൻ കൊതിക്കുന്ന ആ ശാന്തവും നിഗൂഢവുമായ പുഞ്ചിരിയോടെ ധോണി പറഞ്ഞു തുടങ്ങി, സത്യം പറഞ്ഞാൽ ഇന്ന് മൈതാനത്തിന്റെ 4 പാടും സഞ്ജു കളിച്ച നിർഭയമായ ഷോട്ടുകൾ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ പന്ത് ബൗണ്ടറി കടത്താൻ മാത്രം ആഗ്രഹിച്ചിരുന്ന എന്റെ കരിയറിന്റെ തുടക്കകാലത്തെയാണ് ഓർമ്മിപ്പിച്ചത്. വലിയ ഇതിഹാസങ്ങളുടെ പോലും കൈകാലുകൾ വിറയ്ക്കുന്ന ലോകകപ്പ് സെമി ഫൈനൽ പോലെയുള്ള വേദിയിൽ ഇത്തരമൊരു ധൈര്യവും മാനസിക വ്യക്തതയും കാണിക്കുന്നതാണ് ഒരു യഥാർത്ഥ ചാമ്പ്യന്റെ ലക്ഷണം. 140 കോടി ജനങ്ങളുടെ പ്രതീക്ഷകളുടെ ഭാരം ചുമലിലിരിക്കുമ്പോഴും അത് അതിമനോഹരമായി ചിരിച്ചുകൊണ്ട് എങ്ങനെ നെഞ്ചിലേറ്റാമെന്നും വിജയത്തിലെത്തിക്കാമെന്നും അവൻ തെളിയിച്ചു. ടീം ഇന്ത്യയുടെ ഭാവി ഇപ്പോൾ തികച്ചും സുരക്ഷിതവും ശരിയായ കൈകളിലാണെന്ന് എനിക്ക് യാതൊരു ഭയവുമില്ലാതെ പറയാൻ കഴിയും. സഞ്ജു സാംസൺ ഇനി വെറുമൊരു കളിക്കാരനല്ല, മറിച്ച് ടീം ഇന്ത്യയുടെ അടുത്ത യുഗത്തിലെ ഏറ്റവും വലിയ പോരാളിയാണെന്ന് ധോണിയുടെ ഈ വാക്കുകൾ അടിവരയിട്ടു. ഇതിനു പിന്നാലെ മാർച്ച് 8 നടക്കാനിരിക്കുന്ന ഫൈനൽ മത്സരത്തെക്കുറിച്ചും ഇന്ത്യ ചരിത്രം സൃഷ്ടിക്കുന്നതിനെക്കുറിച്ചും ധോണി നടത്തിയ
നടത്തിയ പ്രസ്താവന ഇന്റർനെറ്റിലാകെ തീപ്പൊരിയായി മാറി. ഒരു യഥാർത്ഥ സേനാപതിയെപ്പോലെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കവും ശബ്ദത്തിൽ ഗർജനവും നിറച്ച് ധോണി ആഞ്ഞടിച്ചു. ഈ നിലവിലെ യുവ ഇന്ത്യൻ നിരയിൽ ലോകത്തിലെ 7 വമ്പന്മാരെയും നിമിഷനേരം കൊണ്ട് ചുട്ടരിക്കാനുള്ള അഗ്നിയുണ്ട്. ഈ ടീം കളിക്കുന്ന അക്രമോത്സവവും നിർഭയവുമായ ക്രിക്കറ്റ് കാണുമ്പോൾ ഇവർ ഇനി ആർക്കും മുന്നിലും തല കുലിക്കില്ല എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. വരുന്ന മാർച്ച് 8-ന് ഇന്ത്യ 3ാം തവണയും T20 ലോകകപ്പിന്റെ സുവർണ കിരീടം മുത്തമിട്ട് ചരിത്രം രചിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നാം ഇന്ന് ചരിത്രം തിരുത്തി കുറിക്കുന്നതിന്റെ പടിവാതിലിലാണ് നിൽക്കുന്നത്. 2007-ൽ നമ്മൾ തുടങ്ങിയ യാത്ര 2024-ൽ ബാർബഡോസിൽ നാം ആവർത്തിച്ചു. ഇപ്പോൾ 2026-ൽ നമ്മുടെ സ്വന്തം മണ്ണിൽ നാം വീണ്ടും ലോകം കീഴടക്കും. ഇത് വെറുമൊരു വിജയമായിരിക്കില്ല, വരും നൂറ്റാണ്ടുകൾ ഓർത്തിരിക്കുന്ന ഭാരതത്തിന്റെ ഒരു ഐതിഹാസിക ആഘോഷമായിരിക്കും. ധോണിയുടെ ഈ സിംഹഗർജനം ഫൈനലിൽ കാത്തിരിക്കുന്ന ന്യൂസിലൻഡ് ടീമിനുള്ള പരസ്യമായ ഒരു വെല്ലുവിളിയും മുന്നറിയിപ്പുമായിരുന്നു. മാർച്ച് 8-ലെ ദിനം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടാൻ പോവുകയാണെന്ന് മഹി ഉറപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും സഞ്ജുവിന്റെ ആ അത്ഭുതപ്പെടുത്തുന്ന വിനയവും ധോണിയുടെ ആ അചഞ്ചലമായ വിശ്വാസവും ലോകത്തോട് വിളിച്ചു പറയുന്നത് ഒന്നു മാത്രമാണ്: ഇത്തവണ ലോകകപ്പ് നമ്മുടെ സ്വന്തം മണ്ണിൽ ഹിന്ദുസ്ഥാനിൽ തന്നെ തുടരും. പ്രതിഭയോടൊപ്പം മൂല്യങ്ങളും സംസ്കാരവും ഉണ്ടെങ്കിലേ യഥാർത്ഥ വിജയം കൈവരിക്കാനാവൂ എന്ന് സഞ്ജു തെളിയിച്ചപ്പോൾ ഇന്ത്യയെ ചാമ്പ്യന്മാരാക്കുന്നതിൽ നിന്ന് പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും തടയാനാവില്ല എന്ന് ധോണിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ സഞ്ജു സാംസന്റെ ഈ തീപ്പൊരി ഫോം മാർച്ച് 8-ന് ഇന്ത്യയെ ലോകവിജയികളാക്കുമെന്ന് നിങ്ങൾക്കുറപ്പുണ്ടോ? മഹിയുടെ ഈ വമ്പൻ പ്രവചനം വീണ്ടും സത്യമാകുമോ? നിങ്ങളുടെ വിലയേറിയതും ശക്തമായ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ മിഷൻ മാർച്ച് 8 എന്നും റെസ്പെക്ട് ഫോർ മഹി ആൻഡ് സഞ്ജു എന്നും രേഖപ്പെടുത്തുക. ഫൈനലിൽ ന്യൂസിലൻഡിനെ തകർത്തെറിഞ്ഞ് ഇന്ത്യ ചരിത്രം സൃഷ്ടിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.